ചുങ്കത്തറയിൽ ഭരണം തിരിച്ചുപിടിച്ച് UDF വത്സമ്മ സെബാസ്റ്റ്യന് രണ്ടാം മൂഴം അവിശ്വാസത്തിലൂടെ പുറത്തായ ശേഷം വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചെത്തുന്ന പ്രസിഡന്റ് എന്ന അപൂർവ നേട്ടവും വത്സമ്മ സെബാസ്റ്റ്യന് സ്വന്തമായി. ഇന്ന് 11 മണിക്കാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതേസമയം വൈസ് പ്രസിഡന്റായിരുന്ന നുസൈബ സുധീർ വൈസ് പ്രസിഡന്റ് പദവിയും മെമ്പർ സ്ഥാനവും രാജിവെച്ചു. തപാൽ വഴി രാജിക്കത്ത് സെക്രട്ടറിക്ക് അയച്ചു. കോൺഗ്രസിന്റെ നിലമ്പൂരിലെ വനിതാ നേതാക്കളിലെ പ്രമുഖ നേതാവ് കൂടിയായ വത്സമ്മ സെബാസ്റ്റ്യൻ 9-നെതിരെ 10 വോട്ടുകൾ നേടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. LDFിലെ ബിന്ദു കുരിക്കാശ്ശേരിയെയാണ് വത്സമ്മ പരാജയപ്പെടുത്തിയത്. വത്സമ്മ സെബാസ്റ്റ്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. യഥാർത്ഥ വിശ്വാസവും ബോധവും പുലർത്തുമെന്നും പങ്കെടുത്തിട്ടില്ല. നുസൈബ സുധീർ രാജിവെച്ചോ? രാജിവെച്ചിട്ടില്ല, അതെനിക്കറിയത്തില്ല. കാരണം വൈസ് പ്രസിഡന്റ് വരാഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് വളരെ നെറികെട്ട രീതിയിലാണ് LDFിൻ്റെ മെമ്പർമാരോട് ഞങ്ങളോട് പെരുമാറിയത്. കാരണം ചാണകവും മൂത്രവും എല്ലാം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഞങ്ങളുടെ എല്ലാ ശരീരത്തൊഴിച്ച് അതിൽ എന്തോ പൊടി ഞങ്ങൾക്ക് മയങ്ങാനുള്ളൊരു പൊടിയും കൂടെ കലർത്തിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള 2-3 മെമ്പർമാരെ കുപ്പി കൊണ്ട് എറിഞ്ഞ് അതുപോലെ തലയ്ക്ക് പരിക്കേറ്റു. ഒരാൾ ബോധം കെട്ടത് കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അതുകൊണ്ട് ജീവനെ പേടിച്ചിട്ടാണ് മുൻ വൈസ് പ്രസിഡന്റ് ഇതിൽ പങ്കെടുക്കാതിരുന്നത്. ഭയന്നിട്ട് തന്നെയാണ്. ഈ ഭരണമാറ്റത്തിലായി PV അൻവറിന്റെ ഇടപെടൽ എങ്ങനെയാണ്? അത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അത് നേരക്കമാണ്. 2020-ൽ 20-അംഗ ഭരണസമിതിയിൽ 2 മുന്നണികളും 10 വീതം സീറ്റുകൾ നേടി തുല്യശക്തിയായതോടെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങിയത്. കോൺഗ്രസിലെ വത്സമ്മ സെബാസ്റ്റ്യൻ പ്രസിഡന്റുമായി. എന്നാൽ PV അൻവർ ഇടപെട്ട് ലീഗ് സ്വതന്ത്ര നെജ്മിനിസിയെ മറുകണ്ഠം ചാടിച്ച് ഭരണം LDFിന് സമ്മാനിച്ചു. വത്സമ്മ സെബാസ്റ്റ്യന്റെ പ്രസിഡന്റ് സ്ഥാനവും തെറിച്ചു. കൂറുമാറ്റത്തിന് സമ്മാനമായി നെജ്മിനിസിക്ക് പ്രസിഡന്റ് സ്ഥാനവും നൽകി. ഇവരുടെ അംഗത്വം അസാധുവായതോടെയാണ് 3ാമത്തെ പ്രസിഡന്റായി TP റീന തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിലെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ UDF കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെ TP റീനയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായ സാഹചര്യത്തിലാണ് വത്സമ്മ സെബാസ്റ്റ്യന്റെ തിരിച്ചുവരവ്. നിലമ്പൂർ താലൂക്ക് ഭൂരേഖ വിഭാഗം തഹസിൽദാർ ജയശ്രീയായിരുന്നു തിരഞ്ഞെടുപ്പ് ഭരണാധികാരി. UDF പ്രവർത്തകർ ചുങ്കത്തറ ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര.